ഒരു ദിവസം രാത്രി കിഡ്നാപ്പറാണ് എന്ന രീതിയിൽ ഹിജു സാവോണിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ എന്തോ വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു. അതിനുശേഷം കോൾ കട്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവന്റെ ഫോണിലേക്ക് അവൾ എത്ര വിളിച്ചിട്ടും കോൾ കണക്ട് ആവുന്നില്ല. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് ഹിജു ഹാളിൽ തന്നെ ഇരുന്ന് ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെയാണ് സാവോൺ തിരികെ എത്തിയത്. വന്ന ഉടൻ തന്നെ അവൻ അവളോടൊന്നും പറയാൻ നിൽക്കാതെ ബലം പ്രയോഗിച്ച് അവളുടെ കാലിലെ മറുക് പരിശോധിക്കാൻ തുടങ്ങുന്നത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സാവോണിന്റെ ഓഫീസിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുകയാണ്. ഹിജുവിന്റെ കോൾ ആദ്യം വന്നപ്പോൾ അവൻ കോൾ കട്ട് ചെയ്തിരുന്നല്ലോ. ഈ സമയത്ത് അവന്റെ അസിസ്റ്റന്റ് റൂമിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ കോൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കോൾ സാവൺ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത ശേഷം കട്ട് ചെയ്യുന്നതിനാൽ അടുത്ത കോളിനായി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഓഫീസിന് പുറത്ത് വില്ലൻ ഡെലിവറി ബോക്സിൽ ഒരു ബോംബ് കൊണ്ടെത്തിച്ചത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൽ ആരോ ഒരാൾ പുറത്ത് ആരോ വന്നതിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കുന്നു. അങ്ങനെ അവിടെ പുറത്തിരിപ്പുണ്ടായിരുന്ന പിസ്സ ബോക്സ് കാണുന്നു. ആരെങ്കിലും ഓർഡർ ചെയ്ത പിസ്സ ആയിരിക്കണം എന്ന് കരുതി അയാൾ അതെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് സാമോൻ രണ്ടാമതും ഹിജുവിനോട് സംസാരിച്ച് തുടങ്ങിയിരുന്നു. പിസ്സ ബോക്സിനുള്ളിൽ ബോംബാണ് എന്നറിയാതെ അത് അകത്തേക്ക് എടുത്തുകൊണ്ട് വന്ന ആൾ അത് തുറക്കുന്നു. അങ്ങനെയാണ് അവിടെ ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അതിന്റെ ശബ്ദം ഹിജു ഫോണിലൂടെ കേട്ടിരുന്നല്ലോ. അപകടത്തിൽ സാവണിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റൽ റൂമിലാണ്. അവന്റെ അടുത്ത് ദോജെ നിൽപ്പുണ്ട്. ഓഫീസിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും പറ്റിയാണ് അവൻ ആദ്യം അന്വേഷിച്ചത്. ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. എല്ലാവരും എമർജൻസി റൂമിൽ ട്രീറ്റ്മെന്റിലാണ് എന്ന് ദോജെ അവനെ അറിയിക്കുന്നു. പിന്നീടാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നത്. ആരോ ബോംബ് കൊണ്ടുവന്ന് വെച്ചതിനെ പറ്റി ദോജെ അവനോട് പറയുന്നു. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബോംബുമായി വന്നയാൾ ക്യാമറയിലേക്ക് നോക്കി സാവോണിനോട് എന്ന പോലെ കൈ കാണിക്കുന്നതും ഫോൺ എടുത്ത് കാണിക്കുന്നതും ഒക്കെ സാവോൺ കാണുന്നു. അതോടെ ഫോൺ വിളിക്കുന്ന ആളാണ് അതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ ഉടൻ തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് ഹിജു സേഫായി വീട്ടിലെത്തിയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അവൾ രാത്രി 10:45 തന്നെ വീട്ടിൽ സേഫായി എത്തിയെന്ന് ബോഡി ഗാർഡ്സിന്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് അവൻ ആശ്വാസമായത്. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ കയ്യിൽ കുത്തിയിരുന്ന സൂചിയൊക്കെ വലിച്ചൂറ്റിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. ദോജെ അവനെ തടയുന്നുണ്ട്. ഇപ്പോൾ അവൻ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്താരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ പത്രക്കാരും പോലീസും ഒക്കെ ഇതിനെപ്പറ്റി അറിയുമെന്ന് ദോജെ അവനെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ വില്ലൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ആ രീതിയിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അങ്ങനെ തന്നെ പ്രതികരിക്കാൻ പോവുകയാണ്. എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ അവനെ നശിപ്പിക്കാൻ ഒരുപാട് വഴികൾ എനിക്ക് അറിയാമെന്ന് സാവോൺ പറയുന്നു. ഹിജു ഈ സമയം ന്യൂസിലൂടെ വിവരം അറിഞ്ഞ് ആകെ ഷോക്കായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സാവോൺ അങ്ങോട്ടേക്ക് ചെന്ന് കയറിയത്. അവനെ കണ്ടപ്പോൾ തന്നെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കാലിലെ മറുക് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹിജു അതിന് സമ്മതിക്കാതെ അവനെ തടയുന്നുണ്ട്. അവൻ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ബെഡിൽ കിടത്തിയിട്ട് വീണ്ടും അത് പരിശോധിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഡയറി എടുത്തിട്ട് അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് ചോദിക്കുന്നു. ഏതൊരു ഭ്രാന്തൻ ഓഫീസിൽ ബോംബ് വെച്ചതിനെ പറ്റി അവൻ പറയുന്നുണ്ട്. കിഡ്നാപ്പർ തന്നെയാണോ ഇതിന് പിന്നിലുമെന്ന് ഹിജു ചോദിച്ചപ്പോൾ അവനത് സമ്മതിക്കുന്നു. അതിനുശേഷം അവളുടെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങി കളഞ്ഞിട്ട് ഇനി ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, നീ അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. നിനക്ക് കിഡ്നാപ്പറെ ശരിക്കും അറിയില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അറിയില്ലെന്ന് ഹിജു തലകുലുക്കിയപ്പോൾ പിന്നെ എങ്ങനെയാണ് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾക്ക് വളരെ നന്നായി അറിയാവുന്നത്? അയാളുടെ സംസാരത്തിൽ നിന്ന് എന്നേക്കാൾ നന്നായി അയാൾക്ക് നിന്നെ അറിയാവുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിന്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ പോലും അയാളുടെ കയ്യിൽ എങ്ങനെ കിട്ടിയതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ കാലിലെ മറുക് പരിശോധിക്കാനായി തുടങ്ങുന്നു. ഈ സമയത്ത് ഹിജു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ ചിത്രത്തെ പറ്റി ചോദിക്കുമ്പോൾ എങ്ങനെ അത് അയച്ചു കൊടുത്തു എന്ന് പറയും എന്നറിയാതെ അവൾ ആകെ വെപ്രാളപ്പെടുന്നു. സാവോൺ അവളുടെ കാല് ചെക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ ചെറുതായെന്ന് മടിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഹിജു അവനെ തള്ളി മാറ്റിയിട്ട് വീണ്ടും ഡയറി എടുത്ത് നീ എന്താണ് ഈ കാണിക്കുന്നത്? അയാൾ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത്? നീ എന്താണ് ഈ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ച് അവനോട് ദേഷ്യപ്പെടുന്നു. അവൻ ആദ്യം എന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇപ്പോൾ നിന്നെ ഉപദ്രവിച്ചു. എന്നിട്ട് അവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാതെ നീ ഇവിടെ ഇരുന്നത് എന്ത് കാണിക്കുകയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നോ അവൻ എന്താണ് എന്നോട് പറഞ്ഞതെന്നോ നിനക്ക് ഒരു ഐഡിയയുമില്ല എന്ന് ഉറപ്പാണോ എന്ന് സാമോൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് ഹിജു പറഞ്ഞപ്പോൾ താൻ കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവനും ഒന്ന് സംശയമാവുന്നു. അങ്ങനെ അവൻ തൽക്കാലം ഒന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഈ സമയത്ത് ദോജെ അവന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചെക്കിംഗ് ഒക്കെ മതിയാക്കി അവളുടെ ഡ്രസ്സ് നേരെ പിടിച്ചിട്ട് കൊടുത്തിട്ട് അവൻ മുറുക്കി പുറത്തേക്ക് പോകുന്നു. ഹിജുവിന് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. തൽക്കാലം തടി തപ്പാൻ കഴിഞ്ഞതിൽ അവൾ ആശ്വസിക്കുന്നു. തുടർച്ചയായി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ദോജെ പറഞ്ഞത്. പക്ഷേ സാവോണിന് അയാളാണ് ഇത് ചെയ്തതെന്ന് അത്ര വിശ്വാസം വരുന്നില്ല. അത് മാത്രമല്ല കിഡ്നാപ്പറുടെ കോൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണല്ലോ ഈ സ്ഫോടനം നടന്നതും. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ പേർ ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയവും അവൻ പറയുന്നു. കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കോൾ റെക്കോർഡിംഗ്സ് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്, നൽകണമെന്ന് ദോജെ അവനോട് ചോദിച്ചെങ്കിലും നേരത്തെ ഞാൻ തന്ന റെക്കോർഡിംഗ്സ് അല്ലാതെ മറ്റൊന്നും നൽകരുത്, അതൊന്നും പബ്ലിക് ആക്കാൻ പറ്റില്ല എന്ന് സാവോൺ പറയുന്നു.
അവൻ എന്താണ് ഫോണിൽ കൂടി സംസാരിക്കുന്നതെന്ന് അറിയാൻ ഹീജു അവന്റെ മുറിയുടെ പുറത്ത് നിന്ന് കുറച്ച് സമയം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം താഴെ വീണ് പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകൾ അവൾ പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളുടെ ഫോൺ നൽകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ പെറുക്കിക്കൊണ്ടിരുന്ന ഗ്ലാസുകൾ അവിടെ തന്നെ വെച്ചിട്ട് ഫോൺ എടുക്കാനായി പോകുന്നു. ഈ സമയത്ത് സാമോൻ അവിടെ ഇരുന്ന് ആ കുപ്പിച്ചില്ല് പെറുക്കാൻ തുടങ്ങുന്നുണ്ട്. അവൾ തിരികെ എത്തിയപ്പോൾ, നീ നിന്റെ കൈകൊണ്ടല്ലേ ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നത്, എന്നിട്ട് ഇത്ര ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്താണ്, കൈ മുറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തതിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവനത് ആവശ്യപ്പെട്ടത്. അവളുടെ ഫോണിലുണ്ടായിരുന്ന ആ ഫോട്ടോ ആരെങ്കിലും ഹാക്ക് ചെയ്ത് എടുത്തതാണോ എന്ന സംശയം അവനുണ്ടായിരിക്കുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവനത് ആവശ്യപ്പെട്ടത്. അവളിന്ന് സെന്ററിലേക്ക് പോകുന്നുണ്ടോ എന്നും അവൻ അന്വേഷിക്കുന്നുണ്ട്. തൽക്കാലം പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ അവളുടെ ഫോൺ വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നു. ഫോട്ടോയെ പറ്റി ചെക്ക് ചെയ്യാൻ തന്നെ ആയിരിക്കണം അവൻ ഫോൺ വാങ്ങിയത് എന്ന് ഹീജുവിന് മനസ്സിലാവുന്നതിനാൽ അവൾ വേഗം റൂമിലേക്ക് പോയി അവിടെ മേശയുടെ ഡ്രോയ്ക്കുള്ളിൽ വളരെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റേ ഫോൺ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തിരികെ വെക്കുകയും ചെയ്യുന്നു. സാമോന്റെ ഓഫീസിലുണ്ടായ അപകടത്തെ പറ്റിയുള്ള ന്യൂസ് കിഡ്നാപ്പർ ഫോണിലൂടെ കാണുന്നു. അത് കണ്ടപ്പോൾ ആ സൈക്കോ സന്തോഷിക്കുന്നത് കാണാം. അയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന വേറൊരു മാസ്റ്റർ ശരിക്കും അയാൾക്ക് കൂട്ടായിട്ടുണ്ട്. പക്ഷെ ഈ നടത്തിയ ആക്രമണം മാസ്റ്ററോട് പറഞ്ഞിട്ടായിരുന്നില്ല ഇവൻ നടത്തിയത്. അത് കാരണം ഈ ന്യൂസിനെ പറ്റി കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ മാസ്റ്റർക്ക് മെസ്സേജ് അയക്കുന്നു. ഇനി മേലിൽ എന്റെ നിർദ്ദേശങ്ങളില്ലാതെ തനിച്ചൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് മാസ്റ്റർ തിരിച്ച് റിപ്ലൈ നൽകുന്നുണ്ട്. അതിനുശേഷം ഇവന് പുതിയ ഒരു ജോലിയും നൽകുന്നുണ്ട്. സാമോൻ അന്ന് ഹീജുവിന്റെ ഫോൺ ഓഫീസിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നിരുന്നാണ് അവനത് ചെക്ക് ചെയ്യുന്നത്. മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നതിന്റെ കുറ്റബോധമൊക്കെ ആദ്യം അവനുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് ഈ അപകടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് അവൻ അതിനകത്ത് ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സാങ്ങുമായിട്ടുള്ള അവളുടെ ചാറ്റിംഗ് കണ്ടപ്പോൾ അവനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. കോളേജിലെ സീനിയറാണ് സാങ്ങു എന്ന് ഹീജു മുമ്പ് അവനോട് പറഞ്ഞിരുന്നല്ലോ. കുറെ വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു സാങ്ങു അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നത്. ഇത് മാത്രമല്ല, കുറെ നാൾ മുമ്പ് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ഓർഫനേജിലെ കുട്ടികൾക്ക് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പോയ സമയത്ത് അവിടെ നിന്നെടുത്ത ഒരു ഫോട്ടോയും അവൻ ഓർമ്മ പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാവോൺ അതും എടുത്ത് നോക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ സാങ്ങു ഹീജുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെയാണുള്ളത്. ആ ഓർഫനേജിന്റെ പേരൊക്കെ സാവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സാങ്ങു ഈ സമയം യൂരിക്കൊപ്പം ചെയ്യുന്ന ഷോയുടെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ തിരക്കുകളിലായിരുന്നു. അവരുടെ ഒരു ടീം തന്നെ അവന്റെ ഒപ്പമുണ്ട്. അവൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിലൂടെ റിവീൽ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ തങ്ങളുടെ ഷോയിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഷോയുടെ ഡയറക്ടർ അവനോട് ചോദിക്കുന്നു. ക്രൈം കേസുകളുമായി ബന്ധപ്പെട്ട ഒരു ഷോ ആണല്ലോ ഇത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് സാങ്ങു അവരോട് പറയുന്നുണ്ട്. നേരത്തെ ഹീജുവിനൊപ്പമുള്ള ഫോട്ടോയിൽ കണ്ട ഓർഫനേജിനെ പറ്റിയാണ് അവൻ പറഞ്ഞു തുടങ്ങിയത്. ആ ഓർഫനേജിലാണ് അവൻ വളർന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് സാങ്ങു അവരോട് പറഞ്ഞു തുടങ്ങിയത്. അന്ന് അവൻ കുട്ടിയായിരുന്നു. അവരുടെ ഓർഫനേജിന്റെ അടുത്തായി വലിയ കൊട്ടാരം പോലെ ഒരു വീടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കളിക്കാനായിട്ട് അവൻ അവിടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു തവണ ചെന്നപ്പോൾ സിറ്റിയിൽ നിന്നുള്ള അവിടുത്തെ യങ് മാസ്റ്റർ വെക്കേഷൻ ചിലവഴിക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയുമായി അവൻ സൗഹൃദത്തിലാവുന്നു. പക്ഷെ അവന്റെ മുഖം സാങ്ങു ഒരിക്കലും കണ്ടിരുന്നില്ല. കാരണം ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ടായിരുന്നു അവൻ എപ്പോഴും വരാറുണ്ടായിരുന്നത്. അവന്റെ മുറിയിൽ നിറയെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എപ്പോഴും അവിടെ സമയം ചെലവഴിച്ച് സന്തോഷമായി കഴിയുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം വളരെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആ വീടിനുള്ളിൽ കണ്ടു. അന്ന് പേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ്. പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നൊക്കെ സാങ്ങു അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു. എന്ത് കാഴ്ചയാണ് അവൻ കണ്ടത് എന്ന് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവനൊരു കോൾ വരുന്നു. അങ്ങനെ തൽക്കാലം മീറ്റിംഗ് അവസാനിച്ചതായി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി സസ്പെൻസിൽ കൊണ്ടിട്ട് നിർത്തുന്ന ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ. പക്ഷേ ബാക്കി എന്താണ് നടന്നത് എന്ന് പറയാതെ സാങ്ങു തൽക്കാലം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. സാവോൺ ഈ സമയം ആ ഫോട്ടോയിൽ കണ്ട ഓർഫനേജിനെ പറ്റി ഇന്റർനെറ്റിൽ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ തിരയുന്നു. അപ്പോഴാണ് ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ച് പ്ലാനിനെ കുറിച്ച് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാങ്ങുവിന്റെ മെസ്സേജ് ഹിജുവിന്റെ ഫോണിലേക്ക് വന്നത്. മുമ്പ് തന്നെ അന്നത്തെ ദിവസം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നതിനെ പറ്റി അവൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൊക്കേഷനും അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ സാവോൺ ശരിക്കും അസ്വസ്ഥനാവുന്നുണ്ട്. സാങ്ങു അവളോട് പറഞ്ഞിരിക്കുന്ന സമയം അടുക്കാറായി എന്നുള്ളതും അവൻ ശ്രദ്ധിക്കുന്നു. ഈ സമയത്ത് അവന്റെ ടീമംഗമായ കാങ് അവനൊരു കോഫിയുമായി അവൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ അവൻ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ദോജയുടെ കോൾ വന്നതുകൊണ്ട് സംസാരിച്ചുകൊണ്ടായിരുന്നു അവൻ പുറത്തേക്ക് പോയത്. താൻ കൊണ്ടുവന്ന കോഫി അവൻ കുടിക്കാതെ പോകുന്നതിൽ കാങ്ങിന് വിഷമമുണ്ട്. എന്നാലും അത് സ്വന്തമായിട്ട് കുടിച്ച് അദ്ദേഹം തൽക്കാലം സന്തോഷിക്കുന്നു. സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബോംബ് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു ദോജ അവനോട് പറഞ്ഞത്. ആ സാധനങ്ങളൊക്കെ അടുത്തുള്ള ഫാർമസികളിൽ നിന്നെങ്ങാനും ആയിരിക്കണം വാങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഫാർമസികളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം അവൻ സാമുനെ അറിയിക്കുന്നു. വോയിസ് ചേഞ്ച് ചെയ്ത് ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ കാര്യം എന്തായി എന്നും സാമോൺ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിലും ഇതുവരെ പറയത്തക്ക പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന്
ദോജെ അറിയിക്കുന്നു. തന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസ് സ്റ്റാഫായ അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് സാവോൻ അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്റെ കടമയാണ് എന്ന രീതിയിൽ എനിക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല എന്ന രീതിയിലാണ് ദോജെ മറുപടി നൽകിയത്. ഓഫീസിലെ മറ്റാരേക്കാൾ കൂടുതൽ സാവോൻ അവനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ച ശേഷം അവൻ പുറത്തേക്ക് പോകുന്നു. സാങ്വു ഹീജുവിനെ ലഞ്ച് കഴിക്കാനായി ക്ഷണിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്താണ് യൂരി വെറുതെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് അവന് മെസ്സേജ് അയച്ചത്. ലഞ്ചിന്റെ ടൈം എടുക്കാറായതുകൊണ്ട് അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവൻ അവളെ ലഞ്ച് കഴിക്കാനായി ക്ഷണിക്കുന്നുണ്ട്. സാങ്വും ഹീജുവും ഈ സമയത്ത് റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവർ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുന്ന ആ സമയത്താണ് യൂരി അങ്ങോട്ടേക്ക് എത്തിയത്. അവരെ കണ്ടപ്പോൾ രണ്ടുപേരെയും പരിചയമുള്ളതിനാൽ അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് ഒരാളൊരു ലഞ്ച് പ്ലാൻ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് യൂരി കുറച്ച് നാണത്തോടെ അവരോട് പറയുന്നുണ്ട്. ആർക്കൊപ്പമാണ് അവൾ വരുന്നത് എന്നുള്ള കാര്യം അവർക്കിപ്പോൾ അറിയില്ലല്ലോ. സാവോൺ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവൾ പ്രൈവറ്റ് റൂം ചോദിച്ചെങ്കിലും അവിടെ ഒന്നും ഒഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അവൾ ഇരിക്കാൻ പോകുന്നത്. എനിക്കൊപ്പം വരുന്ന ആളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊക്കെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കരുത്, അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് യൂരി കുറച്ച് സന്തോഷത്തോടെ ഹീജുവിനോടും സാങ്വിനോടും പറഞ്ഞിട്ടാണ് മറ്റൊരു ടേബിളിന്റെ അടുത്തേക്ക് പോയത്. അവർക്ക് കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു ടേബിളിനടുത്ത് നിന്ന് അവൾ ഇരിക്കുന്നു. അവളെന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഏതെങ്കിലും സെലിബ്രിറ്റി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് സാങ്വു ഹീജുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീജുവിനും അതിനെപ്പറ്റി അറിയില്ലല്ലോ. യൂരി ഈ സമയം കയ്യിലുണ്ടായിരുന്ന ചെറിയ കണ്ണാടി എടുത്തിട്ട് തന്റെ മേക്കപ്പ് ഒക്കെ ഓക്കെ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് സാവോൺ അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കണ്ടത്. അപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് നിന്ന് അവനെ കൈ കാണിക്കുന്നു. അങ്ങനെ ഹീജു അതാരാണെന്നറിയാൻ അങ്ങോട്ടേക്ക് നിന്ന് നോക്കുന്നുണ്ട്. സാവോണിനെ കണ്ടതും അവൾ പെട്ടെന്ന് മുഖം തിരിക്കുന്നു. ഇവനെന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇനി എൻ്റെ അടുത്തേക്ക് എങ്ങനെ വരുമോ? ഓ, അതിന് സാധ്യതയില്ല. അവൻ പുറത്തൊന്നും വെച്ച് എന്നെ പരിചയമുള്ളതായി കാണിക്കാറില്ലല്ലോ. എന്തായാലും അവൻ കാണാതെ തിരിഞ്ഞിരുന്നേക്കാമെന്ന് കരുതി അവൾ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് മറുവശത്തേക്ക് നോക്കിയിരിക്കുന്നു. പക്ഷെ സാവോൺ കൃത്യമായി അവളുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്. അവന് എങ്ങനെയാണ് അവളെ പരിചയം എന്ന രീതിയിൽ സാങ്വും യൂരിയും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആകെ പെട്ടല്ലോ എന്ന മട്ടിൽ ഹീജുവും ആകെ അന്തം വിട്ടാണ് അവനെ നോക്കുന്നത്. സാവോണിന്റെ ഓഫീസിൽ ഈ സമയത്ത് കുറെ ഡിറ്റക്റ്റീവ്സ് ഒക്കെ വന്ന് സ്ഫോടനം നടന്നതിനെ പറ്റിയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദോജെ അവരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറത്ത് വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അവർ ചെന്ന് നോക്കിയപ്പോൾ താഴെ വേസ്റ്റ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് തീ കത്തുന്നതാണ് കാണുന്നത്. അവിടെ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അതിന് ചുറ്റും നിരീക്ഷിക്കുന്ന സമയത്ത് മുമ്പ് CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഡ്രസ് ചെയ്ത ഒരാൾ ഒളിച്ചു നിൽക്കുന്നത് പോലെ ദോജെ കാണുന്നു. സംശയം തോന്നി അവൻ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവനെ കണ്ടതും അയാൾ ഓടാൻ തുടങ്ങുന്നു. അങ്ങനെ ദോജെ അയാൾക്ക് പുറകെ ഓടുകയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വണ്ടി വന്ന് ഇടിച്ച് അയാൾ റോഡിലേക്ക് വീഴുന്നതിനാൽ ദോജയ്ക്ക് അയാളെ പിടികിട്ടുന്നു. സാവോനും യൂരിയും ഈ സമയം ഹീജുവിന്റെയും സാങ്വിന്റെയും ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. യൂരി സാവോന്റെ ഒപ്പം തനിച്ചിരുന്നൊരു ലഞ്ച് കഴിക്കാമെന്ന പ്രതീക്ഷയിലൊക്കെ ആയിരുന്നല്ലോ വന്നത്. എല്ലാം വെറുതെ. ഇപ്പോൾ അവർ 4 പേരും കൂടിയാണ് ഇരിക്കുന്നത്. സാങ്വു സ്വന്തമായി കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സീ ഫുഡ് കഴിക്കാനുള്ള വിധത്തിൽ റെഡിയാക്കി ഹീജുവിന്റെ പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ അവളുടെ കാര്യത്തിൽ ഇത്രയധികം കെയർ ചെയ്യുന്നത് സാവോണിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനിടയിലാണ് അവന് ഹീജുവിനെ എങ്ങനെയാണ് പരിചയമെന്ന് യൂരി ചോദിച്ചത്. അടുത്തിടെ ബ്രിട്ടീഷ് എംബസിയിൽ ഇന്റർപ്രറ്റർ ആയിട്ട് ഹീജു വന്നിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. അന്നാണ് അവൾക്കൊരു ലഞ്ച് വാങ്ങി നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും സാധിച്ചു. ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിയതിന് സോറി എന്നൊക്കെ സാവോൺ അപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അതത്ര കാര്യമാക്കാനില്ല. എന്തായാലും ഹീജുവിന് അവനെ പരിചയമുള്ളതുകൊണ്ടാണല്ലോ അവന്റെ ഒപ്പം ഇങ്ങനെ ഒരു ലഞ്ച് കഴിക്കാൻ പറ്റിയത്. അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് സാങ്വു പറയുന്നുണ്ട്. സാങ്വു അവന് വൈൻ ഒഴിച്ചു കൊടുക്കാനായി എടുക്കുന്നു. സാവോൺ ഗ്ലാസ് കയ്യിലെടുക്കുന്നുണ്ടെങ്കിലും സാങ്വു വൈൻ ഒഴിക്കാനായി തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പകൽ സമയത്ത് കുടിക്കാറില്ല എന്ന് പറഞ്ഞ അവൻ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാങ്വുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ ഹീജു പെട്ടെന്ന് തന്റെ വൈൻ ഗ്ലാസ് എടുത്തിട്ട് അവനോട് കുറച്ച് അതിലേക്ക് ഒഴിക്കാൻ പറയുന്നു. അങ്ങനെ സാങ്വു അവൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹീജുവിനൊപ്പം തനിച്ചിരുന്ന് ലഞ്ച് കഴിക്കാൻ വന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോവാമെന്നൊക്കെ സാങ്വു ഈ സമയത്ത് സൈൻ ലാംഗ്വേജിൽ അവളോട് പറയുന്നു. പക്ഷെ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ മറുപടി നൽകുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നതും സാവോണിന് അസൂയ ഉണ്ടാക്കുന്നു. നീയും ഇവളെ പോലെ ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആണോ? അങ്ങനെയാണോ ഇത് പഠിച്ചത് എന്ന് അവൻ സാങ്വുവിനോട് ചോദിക്കുന്നു. അങ്ങനെ പഠിച്ചതല്ല, താല്പര്യം കൊണ്ട് പഠിച്ചതാണ് എന്ന് സാങ്വു പറഞ്ഞപ്പോൾ നിന്റെ ജോലി എന്താണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരു ഡോക്ടറാണ് എന്ന് സാങ്വു പറഞ്ഞപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് സാങ്വു വീണ്ടും മറുപടി നൽകുന്നു. സാവോൻ അപ്പോഴും നിർത്താൻ ഉദ്ദേശമില്ലാതെ പിന്നെയും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ടായിരുന്ന എല്ലാവരും അത് കേട്ട് ആകെ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ഇത് ഏതോ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് സാവോന്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. സാങ്വുവിനും ആകെ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സാവോൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്നെ താല്പര്യമുണ്ടോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഹീജുവിന്റെ ക്ഷമ നശിച്ചിരുന്നു. അങ്ങനെ അവൾ റെസ്റ്റ് റൂമിൽ പോകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന ശേഷം സാവോണിനെ കൂടെ വിളിക്കാനായി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടെങ്കിലും അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അവൻ നോക്കുന്നില്ല. ഈ സമയത്ത് യൂരി അവളെ ശ്രദ്ധിക്കുന്നതിനാൽ അവൾ പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് തന്നെയാണ്
ദോജെ സാമോണിന്റെ ഫോണിലേക്ക് വിളിച്ചത്. അങ്ങനെ അവനും എഴുന്നേറ്റ് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഓഫീസിന് താഴെ ഉണ്ടായ സ്ഫോടനത്തെ പറ്റി ദോജെ അവനോട് പറയുന്നു. ഫോളോ ചെയ്ത് പിടികൂടിയ ആളിന്റെ വീട് പരിശോധിച്ചപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊക്കെ ദോജെ അവനെ അറിയിക്കുന്നുണ്ട്. പക്ഷെ തങ്ങളുടെ ഓഫീസിൽ സ്ഫോടനം നടത്തിയത് അയാളായിരിക്കാൻ സാധ്യതയില്ല. ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളായിരിക്കാനാണ് സാധ്യതയെന്ന് സാമോൺ പറയുന്നു. പോലീസുകാർ ഈ സമയം അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓഫീസിൽ സ്ഫോടനം നടത്തിയത് താനല്ല എന്ന് അയാളും പറയുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഓഫീസിലേക്ക് തിരികെ എത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഫോൺ വെച്ചത്. സംസാരിച്ചിട്ട് തിരികെ പോകാനായി തുടങ്ങുമ്പോൾ ഹിജു അവനെ തന്നെ നോക്കിക്കൊണ്ട് പുറകിൽ നിൽപ്പുണ്ട്. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് സ്പൈ വർക്ക് നടത്തുകയാണോ എന്നൊക്കെ മെസ്സേജ് ചെയ്ത് കാണിക്കുന്നു. ഞാനിങ്ങോട്ട് വന്നതിനാൽ നിനക്ക് എന്താണ് കുഴപ്പം? നീ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. നീ എന്നെയും സാങ്മൂനെയും കൂടി സംശയിക്കുകയാണോ എന്നവൾ വീണ്ടും ചോദിച്ചപ്പോൾ, സംശയിച്ചാൽ എന്താണ് കുഴപ്പം? അവനെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല സാങ്മു എന്നൊക്കെ ഹിജു വീണ്ടും ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സാമോൺ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. അവൻ നല്ലവനാണെന്ന് നീ പറയുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിക്കിപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യവുമില്ല. എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു ദിവസം നിന്റെ അടുത്തേക്ക് വന്ന ഒരു അപരിചിതനാണ് അവൻ. അവനെക്കുറിച്ച് വളരെ നന്നായി അറിയാമെന്ന് നീ പറയുന്നു. പക്ഷെ നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നെക്കുറിച്ച് നിനക്ക് എത്രമാത്രം അറിയാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിന്നെക്കുറിച്ചും എനിക്കെല്ലാം അറിയാമെന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. പക്ഷെ അടുത്തിടെ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെക്കുറിച്ചും എനിക്കിപ്പോൾ നന്നായി അറിയാമോ എന്ന് എനിക്ക് സംശയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്താണ് എത്രയും പെട്ടെന്ന് സെന്ററിലേക്ക് വരാൻ പറഞ്ഞ് ഹിജുവിന് അവളുടെ സീനിയർ മെസ്സേജ് അയച്ചത്. സാമോൻ ഈ സമയം അവർ ഇരുന്നിരുന്ന ടേബിളിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായി പോവുകയാണ്, ബില്ല് ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് ബിൽ എടുക്കാൻ തുടങ്ങുന്നു. ബില്ല് താൻ അടച്ചോളാമെന്ന് പറഞ്ഞ് സാങ്വു അത് പിടിച്ച് വാങ്ങിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സാമോൺ അത് എടുത്തു കഴിഞ്ഞിരുന്നു. സാങ്വുവിന്റെ വിസിറ്റിംഗ് കാർഡും അവൻ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടായാൽ വരാൻ മടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സാങ്വു തന്റെ കാർഡ് അവന് നൽകിയത്. സാമോൺ അതും വാങ്ങി യൂരിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഹീജുവും അങ്ങോട്ടേക്ക് വന്നിട്ട് സെന്ററിൽ നിന്ന് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ മെസ്സേജ് വന്നതിനാൽ ഉടനെ പോകണമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുന്നു. ഇപ്പോൾ സാങ്വുവും യൂരിയും തനിച്ചാവുന്നുണ്ട്.